UDF-ഉം അയയുന്നുണ്ട്, ഒപ്പം അൻവറും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. പരസ്യമായൊരു മാപ്പ് പറച്ചിലൊന്നും വേണ്ടിവരില്ല. അതേസമയം UDF സ്ഥാനാർത്ഥി അംഗീകരിച്ചാൽ മതി, അതിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? പകരം എന്താണ് അൻവറിന് ലഭിക്കുക? ഘടകകക്ഷിയാക്കൂ എന്ന് പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ് ഇവിടെ UDF-ന്റെ ഘടകകക്ഷിയാകുമെന്നാണോ? സ്മൃതി, ആദ്യഘട്ടത്തിൽ PV അൻവർ UDF നേതൃത്വം കൊടുത്തിരുന്ന ഉറപ്പ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ UDF യോഗത്തിലെടുത്ത തീരുമാനം അതായിരുന്നു. അത് ചുമതലപ്പെടുത്താൻ, അത് പ്രഖ്യാപിക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. പക്ഷേ അത് പ്രഖ്യാപിക്കാതെ തികച്ചും ഇരിക്കുന്ന ഘട്ടത്തിൽ തികച്ചും അപ്രതീക്ഷിതമായാണ് നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായും പിന്നീട് അതിൻ്റെ പേരിൽ ഒരു തർക്കം ഉടലെടുക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ വലിയ PV അൻവർ മത്സരിക്കാൻ ഒരുങ്ങുകയും അല്ലെങ്കിൽ മത്സര രംഗത്ത് മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്നത്. അതിൽ PV അൻവർ പറയുന്നത് മത സാമുദായിക നേതാക്കളൊക്കെ തന്നെ ഇടപെട്ട് ഒരു ശ്രമം നടന്നു എന്നുള്ളതാണ്. കൃത്യമായി UDF ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം കോൺഗ്രസ് തന്നെ മുൻകൈയെടുത്ത് അത്തരൊരു ശ്രമം നടത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ഒരു ശ്രമം, PK കുഞ്ഞാലിക്കുട്ടിയുടെ PV അൻവറിനെ വിളിച്ച് ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അഥവാ ആര്യാട ചോക്കത്തിനെതിരടക്കം വലിയ പ്രതികരണങ്ങൾ നടത്താൻ വേണ്ടി PV അൻവർ ഒരുക്കിയിരുന്ന വാർത്താ സമ്മേളനം റദ്ദ് ചെയ്യാൻ PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെടുകയും ഇന്ന് ഒരു ദിവസത്തെ സമയം തേടുകയും ചെയ്തു. അതിനു മുമ്പിൽ PV അൻവർ വഴങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് തന്നെ മുൻകൈയെടുത്ത ലീഗ് നടത്തിയ ഒരു ഇടപെടലിലൂടെയാണ് യഥാർത്ഥത്തിൽ PV അൻവർ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും PV അൻവർ ക്യാമ്പും വ്യക്തമാക്കുന്നത് ഘടകകക്ഷി എന്നുള്ള ഒറ്റ നിലപാട് മാത്രമാണ്. അസോസിയേറ്റ് ഘടകകക്ഷി എന്നുള്ള നേരത്തെ എടുത്ത തീരുമാനം അംഗീകരിക്കാൻ PV അൻവർ ക്യാമ്പോ തയ്യാറല്ല. അങ്ങനെ വന്നാൽ മത്സരിക്കേണ്ടി വരുമെന്നുള്ള തന്നെയാണ് ഇപ്പോഴും അവർ ആവർത്തിച്ച് പറയുന്നത്. അതേസമയം അവർ വാക്കുകളിലും ശരീരഭാഷകളിലും പാർട്ടി തീരുമാനങ്ങളിലും ഒക്കെ തന്നെ ഒരു മയപ്പെടുത്തൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് PV അൻവറിന്റെ ക്യാമ്പിലും വ്യക്തമാണ്, UDF നേതാക്കളുടെ പ്രതികരണങ്ങളിലും അത് വ്യക്തമാണ്. ആദ്യഘട്ടത്തിൽ PV അൻവറിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന AP അനിൽകുമാർ അടക്കം ഇന്ന് PV അൻവറെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് മാധ്യമങ്ങളോട് പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ തത്വത്തിൽ UDF-ലാണെങ്കിലും PV അൻവർ ക്യാമ്പിലാണെങ്കിലും ഒരു മയപ്പെടുത്തലും സമവായ സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ PV അൻവർ UDF-ന്റെ പൂർണ്ണാർത്ഥത്തിലുള്ള അസോസിയേറ്റ് ഘടകകക്ഷി എന്നതിന് പകരം പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഘടകകക്ഷിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സ്മൃതി, ശരി. സാമുദായിക നേതാക്കൾ അടക്കം ഇടപെട്ടു വിഷയത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. UDF-ഉം അയയുന്നു, ഒപ്പം അൻവറും.